ഹായ് ഗായ്സ്, നിങ്ങൾക്കൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിലൊക്കെ വന്നത്. ഇത് കണ്ടോ? ഇത് ഞങ്ങൾ ചേരട്ടാന്നാ പറയാം, നിങ്ങളെന്താ പറയാന്ന് അറിയില്ല. ഇത് ഫുള്ളും ഈ ചട്ടിയിൽ കിടന്ന് അതിൻ്റെ വേരിലാണ് ഫുള്ളും പണിയെടുക്കുക. ആദ്യം ഞാൻ വിചാരിച്ച് വലിയ കുഴപ്പമില്ലാത്ത കക്ഷിയാണ്, പക്ഷേ ചെടി ഫുള്ളും വേര് എന്താ ചെയ്യുന്ന, വേര് കംപ്ലീറ്റ് പോയി ചെടി ഫുള്ളും പോകും. ഇതിപ്പോൾ രണ്ടാമതും വന്ന വൈദ്യനേൻ്റെ എന്താണ്, അതിനും പണിയെടുക്കുക. കണ്ടോ? ഇത് ഫുള്ളും, ഇതെത്ര ഞാൻ നോക്കിയിട്ടും കണ്ടോ, ഇതിൽ കണ്ടോ, ഇതിലും കണ്ടോ, അതുപോലെ മുട്ടത്തോട് ഇട്ടിട്ടൊന്നും ഇതിനൊരു മാറ്റമില്ല. ഇത് കണ്ടോ, ഇതിലും കണ്ടോ, അതുപോലെ മുളകിൻ്റെ തൈ അതിലും ഉണ്ട്. കണ്ടോ? ഇത് ഫുൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ? പയറിൻ്റെ ചട്ടിയ, അതിലും എല്ലാറ്റിലും ഇതുണ്ട്. ഇത് വെണ്ടേൻ്റെ ഇതിലും എല്ലാത്തിലും. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാൻ ഇതായത് ഇതെൻ്റെ ഉള്ളിത്തണ്ടിൻ്റെ ഇത് കണ്ടോ, ഇത് ഇളവൻ്റെ, ഇത് താനേ മുളച്ചതാണ്, വിത്തിട്ടല്ല. ഇതിലാദ്യം ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി. അപ്പം ഉള്ളി മുളച്ചപ്പോൾ ഉള്ളി കൊണ്ട് ഇതിൽ കുത്തിയിട്ടതാണ്. പക്ഷേ ഇതിൻ്റെ ചട്ടിയിൽ നോക്കി ഒരു ചേരാട്ട പോലും നമുക്ക് കാണാൻ കഴിയില്ല. കണ്ടോ? ഒന്നുമില്ല. ഈ ചേരാട്ടനെ അകറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പണിയെടുത്ത്, കുറേ വേപ്പെണ്ണ തളിച്ച്, കുറേ എല്ലാ പണിയും നോക്കി, ഒന്നും നടന്നില്ല. പിന്നെ ആസിഡിക്കായിട്ടൊന്നും കീടനാശിനിയൊന്നും തളിച്ചില്ല, കാരണം പിള്ളേരുള്ളതുകൊണ്ട് അത് പറ്റില്ല. പക്ഷേ ഇത് നോക്കി, ഈ ഉള്ളിത്തണ്ടിൻ്റെ സ്മെല്ല് അതിന് ഇഷ്ടമില്ല, അപ്പോൾ അതിലത് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ മിക്സഡ് ഫാമിംഗ് നല്ലൊരു ഉപകാരമാണ്. ഈ ഉള്ളിത്തണ്ട് ഇതുപോലെ ഈ എല്ലാ ചട്ടിയിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചേരാട്ടനെ തുരത്താൻ കഴിയും. ഇത് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്കൊരു കിട്ടിയ പരിഹാരമാണ്. അത് നിങ്ങളായിട്ടൊന്ന് മിക്സഡ് ഫാമിംഗ് നല്ലൊരു ഉപകാരമാണ്. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക.